2000-ൽ ഇറങ്ങിയ മലയാളികൾക്ക് ഇന്നും ഏറ്റവും പ്രിയപ്പെട്ടതായ ഒരു മലയാള സിനിമയാണ് ദേവദൂതൻ. പക്ഷേ ഈ സിനിമ ഒരു ഫ്ലോപ്പാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? ശരിക്കും മോഹൻലാലിൻ്റെ ഈ സിനിമ ഒരു ഫ്ലോപ്പാണ്. ശരിക്കും തിയേറ്ററിൽ മര്യാദ കൂടാത്തൊരു പടമായിരുന്നു ദേവദൂതൻ. സത്യത്തിൽ നമ്മൾ മലയാളികളുടെ ഏറ്റവും വലിയൊരു പോരായ്മ എന്താ അറിയുമോ? നമ്മൾ മലയാളികൾ നല്ലതിനെ അംഗീകരിക്കത്തില്ല. എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ അതൊരു കാലത്തിൻ്റെ ആ കാലഘട്ടത്തിൻ്റെ പ്രശ്നമായിരുന്നിരിക്കാം. ആ സിനിമ ശരിക്കും തിയേറ്ററിൽ വന്നിട്ട് മലയാളികൾ, അതായത് മോഹൻലാലിൻ്റെ ആരാധകർ പോലും ആ സിനിമ ഇഷ്ടപ്പെട്ടില്ല എന്ന് നേരിട്ട്, അതായത് എനിക്ക് നേരിട്ട് അനുഭവമുള്ളതാണ്. ആ സിനിമ കാണാനായിട്ട് പോയിട്ട് വന്ന ആളുകളോട് കൊള്ളാമോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഒരു കാശിനും കൊള്ളത്തില്ലെന്നാണ്. പക്ഷേ കാലം മാറിയപ്പോൾ ആ സിനിമ ഇന്നൊരു പക്ഷേ ജനപ്രീതി നേടിയ, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സിനിമയിൽ ഒന്നാണത്. ഒരുപക്ഷേ അതിലെ പാട്ടാണ് ഏറ്റവും മനോഹരമായത്. എനിക്ക് തോന്നുന്നത് യേശുദാസ് എന്ന് പറയുന്ന ഗാനഗന്ധർവൻ്റെ പാട്ടിൽ, അദ്ദേഹത്തിൻ്റെ പാട്ടുകളൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്, അല്ലെ, എന്നും കേൾക്കുന്നതാണ്. ഒരുപക്ഷേ യേശുദാസിനേക്കാൾ ഒരുപടി മുകളിൽ ജാനകിയമ്മ എത്തിയ ഒരു പാട്ട് കൂടിയാണ് എൻ ജീവൻ എന്നുള്ള പാട്ട്. കാരണം രണ്ട് വെർഷൻ, നമ്മൾ യേശുദാസ് പാടുന്നതും ജാനകിയമ്മ പാടുന്നതും നമ്മൾ കേട്ടാൽ നമുക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെടുന്നത് ജാനകിയമ്മ പാടുന്നതാണ്. കാരണം അത്രയും ഫീൽ കൊടുത്തിട്ടാണ് ജാനകിയമ്മ അത് പാടിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ദാസേട്ടൻ പാടിയിരിക്കുന്ന ഒരു പാട്ട് പോലും മറ്റൊരാൾക്ക് അതിനും മുകളിൽ പാടി വെക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇവിടെ ജാനകിയമ്മ പാടിയതെന്ന് പറഞ്ഞാൽ ദാസേട്ടൻ പാടിയതിനേക്കാൾ ഒരുപടി മുകളിലാണ്. അതും ആ സിനിമയുടെ ഒരു പ്രത്യേകതയാണ്. കാരണം എൻ ജീവൻ എന്നുള്ള പാട്ട് അത്രയും മെഗാ ഹിറ്റ്. ഇതിന് ഈണം നൽകിയത് ശരിക്കും വിദ്യാസാഗറാണ്. അദ്ദേഹത്തിൻ്റെ പാട്ടുകളെ കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല. ഇത്രയും മനോഹരമായ പാട്ടുകൾക്ക് ഈണം പകർന്ന ഒരാൾ വേറെ ഇല്ല. കാരണം എന്ന് പറഞ്ഞാൽ വിദ്യാസാഗറിൻ്റെ പാട്ടെന്ന് പറഞ്ഞാൽ എല്ലാം നമുക്കറിയാം, ഒരു പ്രത്യേക വൈബാണ്, ഒരു പ്രത്യേക ഈണമാണ് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾക്കെല്ലാം. അപ്പോൾ ഈ സിനിമയുടെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ്, അല്ലെങ്കിൽ ഏറ്റവും വലിയ, ഇന്നും ജനങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് പാട്ടുകളിലൂടെ തന്നെയാണ്. പിന്നെ ഒരു വെറൈറ്റി കഥയായിരുന്നു. പക്ഷേ ആ സിനിമ എന്തുകൊണ്ടാണ് ആ കാലഘട്ടത്തിൽ ഹിറ്റാകാതെ പോയത് എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ നമ്മൾ എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യം. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഇന്ന് കുറേ കൂടി ബെറ്ററായിട്ട് അതേപോലൊരു കഥ, അല്ലെങ്കിൽ ആ സിനിമ തന്നെ കുറച്ചുകൂടി ബെറ്റർ ആക്കിയിട്ട് രണ്ടാമത് റീമേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഈ സിനിമ തിയേറ്ററിൽ നിറഞ്ഞുവിടും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷേ ആ സിനിമയിൽ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ച്, എന്താ പറയുക, ഒരു മോശമായി എന്ന് എനിക്ക് തോന്നിയത് ജഗതിയുടെ കുറച്ച് അവിഞ്ഞ കോമഡിയാണ്. അല്ലാതെ വേറെ ഒരു കുഴപ്പം ആ സിനിമയിലില്ല. ഒരു വ്യത്യസ്തമായ കഥയായിരുന്നു. ആ സിനിമ മോഹൻലാൽ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. മോഹൻലാൽ മാത്രമല്ല, നമുക്കറിയാം ആ സിനിമയിലെ നായിക, അയ്യോ എൻ്റെ പൊന്നെ, ജയപ്രദ, ഇത്രയും മനോഹരമായ റോൾ അവർ നല്ല ക്ലിയർ ആയിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അല്ലേ. നമ്മൾക്കെല്ലാം സത്യം പറഞ്ഞാൽ ആരാധന തോന്നുന്ന തരത്തിലാണ് ആ സിനിമയിൽ അവർ ആ ഒരു ക്യാരക്ടർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത്രയും മനോഹരമായ ഒരു ക്യാരക്ടർ അവരൊറ്റ സിനിമയിലൂടെ എനിക്ക് അവരെ ഇഷ്ടപ്പെട്ടു. കാരണം എന്ന് പറഞ്ഞാൽ അത്രയും മനോഹരമായിട്ടാണ് ആ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. പക്ഷെ എന്ത് പറയാനാണ്, എല്ലാം ഭംഗിയായിട്ടും ആ സിനിമ നമ്മുടെ മലയാളികൾക്കിടയിൽ ഓടിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു നിരാശയായിട്ടുള്ളൊരു കാര്യം. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ ആ സിനിമയും ആ സിനിമയിലെ പാട്ടും വളരെ ഹിറ്റാണ്. അപ്പോൾ ഇത്തരത്തിൽ ഫ്ലോപ്പായി പോയ ജനങ്ങളുടെ ഇടയിൽ പക്ഷേ ഇന്നും തരംഗമായിക്കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു സിനിമയുമായിട്ട് ഞാൻ ഇനിയും വരും.